നമുക്കൊരു വീഡിയോ കാണാം ഗൈസ്. ആദ്യം ഒരു ജസ്റ്റ് ഒരു വീഡിയോ കാണാം. സോ ഇതിന്റെ ടൈറ്റിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എക്സ്പോസിംഗ് എക്സ്ലാൻഡിസ് അഡ്മിൻ, എക്സ്പോസിംഗ് എക്സ്ലാൻഡിസ് അഡ്മിൻ EVX ഫയൽ അറ്റ് ഈഗിൾ ഗെയിമിംഗ് അറ്റ് ആഡ് ഗെയിമിംഗ് അറ്റ് ബ്രാവോ അറ്റ് MRC തൊപ്പി. ഇതാണ് ടൈറ്റിൽ. ആൻഡ് തമ്നെയില് ഞാൻ ഇങ്ങനെ ചാരിക്കുന്ന ഒരു ഫോട്ടോയും ഈഗിൾ ഓൺ ഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്ന പാവം പിടിച്ച ആട് ബ്രോയുടെ എന്തോ കണ്ട് പേടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയും സൈഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് രാവിലെ എണ്ണിക്കുമ്പോൾ ഞാൻ കാണുന്നത്. അപ്പോൾ രാവിലെ എനിക്കാണെങ്കിൽ കുറച്ച് കൊച്ചുകുണ്ടുകൾ മെസ്സേജ് അയച്ചിട്ട് ഹാക്ക് പിടിച്ചല്ലേ, ഹാക്ക് പൊക്കിയല്ലേ, നിന്റെ ഹാക്കൊക്കെ പൊക്കിയടാ, നിന്റെ ഹാക്ക് തൂക്കിയടാ, നാളെ ഉണ്ടോ നിനക്ക് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറെ മെസ്സേജ്. ഞാൻ ഇന്നലെ 8 മണിക്ക് 9 മണിക്ക് എന്തോ ഉറങ്ങിയത്, എല്ലാം സംസാരിച്ചെല്ലാം ഇതൊക്കെയായിട്ട് പല ദിവന്മാരുടെ കൂടെ മീറ്റിംഗ് ഒക്കെ വെച്ച് ഞാൻ എല്ലാം സംസാരിച്ച് ഉറങ്ങി. എന്നിട്ടപ്പോൾ ഈ സമയം കേട്ടോ, സമയമായപ്പം നമ്മൾ എണ്ണിക്കുമ്പോൾ കാണുന്ന ഇതാ. ഞാൻ ഓർത്ത് ഹാക്ക് പിടിച്ചെന്ന് എന്റെയാ, ഞാനൊരു ചാടിയിട്ട് ഞാൻ ഗ്രൂപ്പിൽ നോക്കുമ്പോൾ ഇതെന്താണ് അന്നാ പറയാം, ഇത് പുതിയതായിട്ട് വന്ന ഗ്രൂപ്പിലൊക്കെ വന്നത്, ഇതൊന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്ക് അയച്ചു. അപ്പൊ ഞാൻ പ്ലേ നിങ്ങളോട് കാണിക്കാം കേട്ടോ. അതായത് നിങ്ങൾ VC ഇരിക്കുന്ന കുറച്ച് ആൾക്കാരെ ഒന്ന് നോക്കിക്കോ. 0 FPS കുമ്മൻ EVX, ഇനാക്റ്റീവ് ഫോർ 1 month, ബഷീർ W EVX, ഹൈത്തം EVX, ജൂലിയൻ ഡോർ, കോഴിക്കോട് കപ്പിൾ 1, മൂട റസൽ, ഇതൊക്കെയാണ് VC ഇരിക്കുന്ന ആൾക്കാർ. ഇവരുടെ ഒരു VC സംഭാഷണമാണ് ഈ കൂട്ടത്തിൽ സ്നേഹത്തോടെ നിന്ന് ഒരുത്തൻ ലീക്ക് ചെയ്തത്. ഇത് ലീക്ക് ചെയ്ത് അപ്ലോഡായി, മനസ്സിലായോ? ഇത് ലീക്ക് ചെയ്ത് അപ്ലോഡായി. ഇത് അപ്ലോഡ് ആവാൻ വേറൊരു റീസണും കൂടി ഉണ്ട്, അത് ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇപ്പോൾ അപ്ലോഡ് ആയി എന്നുള്ളൊരു റീസണും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതോ ഒരാൾ എക്സ്ലാൻഡിസിൽ അഡ്മിനാ. ആരാണോ അത്? ഈ സ്ക്രില്ല് ഇത് എക്സ്ലാൻഡിസിൽ അഡ്മിനാണ് ഈ സ്ക്രില്ല്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു അഡ്മിൻ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് എക്സ്പോസിംഗ് എക്സ്ലാൻഡിസ് അഡ്മിൻ എന്നുള്ള ടൈറ്റിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കണ്ടു നോക്കാം. ഡിസ്കോഡിൽ ഒരു സാധനം ഇപ്പൊ ഇവൻ കണ്ടിട്ട് ഫയലിന്റെ ഒക്കെ ഒരു സെർവർ, മറ്റേ സ്ക്രീൻ ഷേക്ക്, മറ്റേ ഇത് റീകോയിൽ അങ്ങനത്തെ. ഹലോ ഹിലാൻ, എന്നെ കുറിച്ചൊരു അരിഗേഷൻ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് മറുപടി പറയാനുള്ളത് പറയണം. അരിഗേഷൻ എന്ന് പറഞ്ഞാൽ റീസെറ്റ് ചെയ്താലും പിടിക്കാൻ പറ്റും. ഇതാണ് എക്സ്ലാൻഡിസ് അഡ്മിൻ പറഞ്ഞത്. പുള്ളിയുടെ ഇതാണ്. നിന്റെ ഫയലില്ല അതിൽ, പിന്നെ എന്റെ ഫയൽ D ഡ്രൈവിൽ C ഡ്രൈവിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ വരും, കാണും. ഇതാ ഇത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നത്. ഇതൊക്കെ ചുമ്മാ എടുത്ത് പരിചയട്ടേക്കണ, ചുമ്മാ ഇപ്പൊ ഇവിടെ നമ്മളെ ഉള്ളൂ, വേറെ ആരുമില്ല. അവനെ കംഫർട്ട് സോണിലോട്ട് കൊണ്ടുവന്നുണ്ടോ ഗൈസ്? അവനെ കംഫർട്ട്. ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നീ പറഞ്ഞു നമ്മൾ മാത്രമേ ഉള്ളൂ. കൺവിൻസിംഗ് അല്ലേ അത്? എന്റെ അമ്മോ, തെളിവ് കാണിക്കാൻ പറ്റുമോ ഞങ്ങളുടെ അടുത്ത്? ഇല്ല ഇല്ല, തെളിവ് കാണിച്ചത് നിങ്ങൾക്ക് VC ഉണ്ടല്ലോ ടാക്സ് എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നില്ല, പിന്നെ എന്തെങ്കിലും എടാ എന്തോടെ ഇത് റെഡ് എഞ്ചിൻ എല്ലാമാണ് അവന്മാര് വാങ്ങിയതല്ലേ പൈസ കൊടുത്ത്? റെഡ് എഞ്ചിൻ അല്ല, റെഡ് എഞ്ചിനാ. റെഡ് എഞ്ചിൻ എന്തോ സാധനമാണ്. എന്തോ ഞാനും കേട്ടു. എന്തേലും ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ തീർക്കും. അല്ലാതെ ഇപ്പൊ ഇവിടെ പറഞ്ഞാലേ വെല്ലുമൻ ജോയിന്റ് സെർവറിന് പറയട്ടെ, കാര്യം പറയട്ടെ. ഇത് ചുമ്മാ കുറെ കണ്ടപ്പം എടുത്ത് വലിച്ചു വരെ ഇട്ടാ അല്ലെ? ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയും, ഇക്കാലത്ത് ഇടാതെ ഇട്ടവന്മാരെ പിടിക്കാനായിട്ടില്ല എല്ലാവർക്കും. ചുമ്മാ ഇതേപോലെ അലിഗേഷൻ വെച്ച പിടിക്കാനായിട്ടില്ല എല്ലാവർക്കും. ഇത് ചുമ്മാ ഇതേപോലെ എന്തെങ്കിലും അലിഗേഷൻ വെച്ച ആൾക്കാരെ അടുപ്പിച്ച് വിടാൻ എല്ലാവരും നോക്കുന്നത്. ആ സമയത്ത് നിനക്കൊന്നും ബുദ്ധിയില്ല ഈ സാധനം എടുത്ത് ഡൗൺലോഡ് ഇതാക്കാനായിട്ട്. മനസ്സിലായില്ലേ? നിന്നെ ഇവിടെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല, ഇവിടെ നിന്നെ ഒന്നും പറയത്തുമില്ല. അതുകൊണ്ടാണ് നിന്നെ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ സിറ്റിയില്ല, ചോദിക്കുന്നത് മനസ്സിലായോ? നിന്നൊക്കെ പണ്ടുവരെ അറിയാവുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ എടുത്ത് വെച്ച് കാണിക്കാന്ന് പറഞ്ഞാൽ സ്ക്രില്ല് ഈ പുള്ളിയാണ് എക്സ്ലാൻഡിസിൽ അഡ്മിൻ. പുള്ളിയുടെ മാനേജർ റോൾസ് കാണിക്കാം, മാനേജ്മെന്റ് സ്റ്റാഫ്, സീനിയർ സ്റ്റാഫ്, VIP ഡൊണേറ്റർ,
ഇത് സംഭവം നിങ്ങൾ ജസ്റ്റ് എടുത്ത് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞാൽ പഴയ ലോഗ് കിടക്കും. മനസ്സിലായില്ലേ? എന്തായാലും PC ചെക്ക് ചെയ്യും നീമാർക്ക്. എടാ അതുമല്ലടാ നിങ്ങളിപ്പോ ഇതിട്ട് ഒന്നും മനസ്സിലായി. ഞാൻ പറഞ്ഞുതരാം. PC യിൽ എത്ര പേരുണ്ടോ അവരെല്ലാരും പൊക്കും. ഇത് വാങ്ങാൻ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരെ എന്ന് പറയും. ഈ മറ്റേ ഇത് ഒരു സുഖം കാണത്തില്ല മറ്റേ വാള ശ്രമി കിടക്കാൻ മറ്റേ എടാ വന്നവനും പോയവനും എല്ലാം ഇട്ട് വെക്കും. ഈകളെ ചുമ്മാ എടുത്താണ് റിയാക്ട് ചെയ്യും ഈകളൊക്കെ ചുമ്മാ റിയാക്ട് ചെയ്യും. ഞാൻ ചെയ്തു. അത് നീ പറഞ്ഞതിലേക്ക് എത്തി. ഞാൻ എത്തിയാണ് അവിടെ. ഞാൻ നിന്റെ വിശ്വാസം ഞാൻ കളഞ്ഞില്ല. ഞാൻ അവിടെ ഉണ്ട്. ഞാൻ എത്തി. നിങ്ങൾക്കും നാണക്കേടാ. ഞങ്ങൾക്ക് വരെ കൈ ഞാൻ പറയട്ടെ നിങ്ങൾ ഇട്ടോ ഇല്ലയോ എന്നല്ല സാധനമുള്ള കാര്യത്തിലാണ് പ്രശ്നം മനസ്സിലായോ? എടാ നിന്റെ PC യിൽ ഇപ്പൊ വെറുതെ നിൽക്കണ ഒരു ഫയല് നീ അത് ഇട്ടോ ഇല്ലയോ നോക്കത്തില്ല. അതുണ്ട് ഒരാരും നോക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ബുദ്ധിയില്ലാത്ത ആടൊക്കെയാണ്. പ്രത്യേകിച്ച് ഇവരൊക്കെ എങ്ങനെ പുള്ളിയൊക്കെ രാപ്പകലില്ലാതെ ഈ സെർവറിന്റെ സ്പെക്കും മറ്റേ ഓരോന്ന് ഇതും ചെയ്ത് നിൽക്കുന്ന ഇവരെയൊക്കെ നിനക്കൊക്കെ ഓഫ്ലൈനിൽ ഇരുന്ന് എങ്ങനെയാണ് അവരാധിക്കാൻ പറ്റണേ? നീക്ക് എന്തിനാ ബുദ്ധിമുട്ടി എന്നിട്ട് ഇവരൊക്കെ ഉള്ള സെർവറിൽ വന്ന് കളിക്കണേ? എന്റെ ചോദ്യം അതാ. കല്യാണത്തിന് ഒരു സർവർ എല്ലാരെയും വിളിച്ചു പുള്ളി. സത്യയോടെ കല്യാണത്തിന് പോലും സെർവറിലുള്ള എല്ലാവർക്കും പാവോടെ ഇതൊക്കെ ഇപ്പഴേ റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഒരു അലിഗേഷൻ നിന്റെ പേരിൽ വന്ന ഓക്കെ നിന്റെ അതിന് പോയിട്ട് പിടിച്ചിട്ടുണ്ട് VC-ന്ന്. നീ കിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ബാഡ് പോയിന്റ് അല്ല. നീ കിട്ടില്ലെന്ന് തെളിയിക്കാനായിട്ട് എന്തെങ്കിലും വേണം. മനസ്സിലായില്ലേ? എന്താ അവിടെ ഒരു വാസു കണ്ടത് ഞാൻ? വാസുദേവാണ് ലീക്കാക്കിയിട്ട് വരാണ് വാസുദേവ്. ഹായ് വാസുദേവ്. എന്തെങ്കിലും വേണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ കയ്യിലല്ല കിട്ടിയിരുന്ന ഒരു ഗുണമില്ല നീ കിടന്ന് പറയുന്നതിൻ്റെ അകത്ത്. കടച്ചു നിൽക്കുക നിനക്ക് കടച്ചു ഈകളൊക്കെ വന്നിട്ട് ഈ മുണ്ടച്ചിമാരൊക്കെ എന്തിന്റെ കട ഇത്? എന്തിന്റെ കേടാ പുണ്ടച്ചി നിനക്കൊക്കെ? എന്തിന്റെ കളിക്കായിരുന്നൂടെ? നിനക്ക് കളിക്കണേ ഈ ഗെയിമിനകത്ത് ആക്ടിട്ട് കളിക്കാണ് നീക്ക് എന്തിനാ കളിക്കണേ? എന്റെ ചോദ്യം അതാ. സത്യയോടെ എന്തിന്റെ കാര്യമാണോ നിനക്കൊക്കെ? അവിടെ പറയാം ചേച്ചി ഇവര് പേര് മാറ്റി ഹാക്കർമാരെ ഇറക്കുന്നത്. എല്ലാ ലൈവിലും വാളക്ഷേപിലുള്ളവരെ തെറി വിളിക്കാം. എന്തിനാ വെറുതെ അപരാധം കേൾക്കാൻ നിൽക്കുന്നത്? പരിപാടിക്ക് ഈകൾ എല്ലാ ലൈവിലും വളർച്ചയിലുള്ളവരെ തിളക്കി വിളിക്കുന്നത് സ്ഥിരം യൂറോആണ് അവരൊക്കെ കേട്ടാ. എല്ലാം അറിയാം അവർക്ക്. എല്ലാവർക്കും അറിയാം. അപ്പാപ്പം വരും 2 ടൈം കേവി അടിച്ചതാ. ഫയൽ മനസ്സിലായി. നമ്മൾ അടിച്ചു നിർത്തിക്കുന്ന കൂടി ഈ ഒരു ഫയൽ അതാരും ഒരു കൊച്ചിറക്കൻ സൗണ്ട് എടുക്കുന്ന ഗെയിം ഇത് പറയണേ. ഊമ്പി 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 പോയി. അതെ അടിപൊളി കളിയായിരുന്നു. പൊരുതി വെച്ച് പിന്നല്ല പൊളിച്ചു മതി പൊളിച്ചു. ഇതാണ് വീഡിയോ. ഈ വീഡിയോയിൽ എന്റെ തലവട്ടം വന്നതുകൊണ്ട് മാത്രം ഇതിന്റെ കമന്റ് സെക്ഷൻ ഒന്ന് എടുത്തു വെച്ച് കാണണം. നോക്കണേ. ഇതൊക്കെ നമ്മുടെ ആൾക്കാർ ഇപ്പൊ എടുത്തില്ല. സമ്മൺ കോൾഡ് ദ #1 സെർവർ ഊമ്പി. പിന്നെന്താ ഇതൊക്കെ നമ്മുടെ ഇതിന്റെ താഴോട്ടാണ് കേട്ടോ. TV താങ്ങികൾ കൊട്ടു TV സെർവർ അവർ തന്നെ പറഞ്ഞു നടക്കുന്നു. അതാണ് GV ഹേറ്റ്. സോ വാങ്ങിച്ചോളൂ. എടാ ഇപ്പോഴും പറയും ഞങ്ങൾ കളിക്കുന്ന സെർവർ ഇപ്പോഴും ടോപ്പ് സെർവറാണ്. ഇതിൽ ഒരു അഡ്മിന്റെ റോൾ ഉണ്ടെങ്കിൽ അതായത് ഇതിനകത്ത് സ്കിൽ എന്ന് പറയുന്ന ആൾ അഡ്മിനാ. പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് എന്താണെന്ന് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അവർ ലൈവ് ഇട്ട് തെളിയിക്കും. ഞാൻ നിന്റെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം. നിനക്കൊക്കെ എന്താ അറിയാമെന്ന് അറിയാം. ബേസിക്കലി നിനക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നേരെ വരുന്നു, ഫൈവോമി ക്ലിക്ക് ചെയ്യുന്നു, ഇത് ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്ന സമയത്ത് നീ ഒരു സാമാനത്തിനകത്തോട്ട് കയറും. അവിടെ നിന്ന് നടന്നു പോയിട്ട് നാട്ടിൽ വളരെ തന്തയ്ക്കും നിളയ്ക്കും പറഞ്ഞ് മറ്റേ അതും പറഞ്ഞ് കാണുന്ന ഒരു POV മാത്രമേ നീയൊക്കെ കാണുന്നുള്ളൂ. മനസ്സിലായോ? ഈ സെർവർ എങ്ങനെ ഓടുന്നത്, സെർവറിന്റെ പുറകിൽ എന്തൊക്കെ ഇതുണ്ട് എന്നൊക്കെ നിനക്ക് എന്തെങ്കിലും അറിയാവോ? ഒരു സെർവറിന് ഒരാൾ വിചാരിച്ച ഒറ്റയ്ക്ക് ഒരു സെർവർ ഒരിക്കലും നടത്താൻ പറ്റത്തില്ല. 10-30 മെമ്പേഴ്സിന് മുകളിലുണ്ട് ഒരു സെർവറിന്റെ ബിഹൈൻഡിൽ ഉള്ള ആൾക്കാർ. FRP ടീം, വെഹിക്കിൾ ഡെവലപ്മെന്റ് ടീം, എന്താ പറയുക ലൈവ് സിറ്റുവേഷൻസ് സ്പെക്ക് ചെയ്യുന്ന അഡ്മിൻസ്, പിന്നെ ഈ പറയുന്ന എന്താ ഇത് ഇങ്ങനെ പ്രീമിയംസ്, ഇതെല്ലാം നോക്കാൻ ഒരു 10-30 പേരുണ്ടാവും. അതിൽ ഒരാൾ ഈ സ്ക്രിൽ എന്ന് പറയുന്ന ആൾക്ക് ഇതിനകത്തൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ ഇത്രയും നാൾ RP കളിച്ചതും RP കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധമുള്ള ആൾക്കാരെയാണ് ഒരു സെർവറിൽ നമ്മൾ ഹയർ ചെയ്യുന്നത്. നീയൊക്കെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിലോട്ട് ആൾക്കാരെ എടുക്കുന്നത് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെല്ലാം നോക്കുന്നത്. അതുപോലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഓരോരുത്തരും അത് കൊണ്ടുവരുന്ന സമയത്ത് ഇവർക്ക് പുറത്ത് ഏതൊക്കെ ഗ്യാങ്ങുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇത് എക്സ്ലാൻഡിസിലെ VC അല്ല ഒന്നാമത്തെ കാര്യം. പുള്ളിക്ക് വെളിയിലുള്ള പേഴ്സണൽ പരിചയത്തിന്റെ പുറത്ത് പുള്ളി പോയിരുന്നതാണ്. പുള്ളി എന്തിനാണ് അവിടെ പോയി ഇരുന്നതെന്നും പുള്ളിയുള്ളതും മാനേജ്മെന്റ് സൈഡിൽ നിന്ന് അവരുടെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കളിക്കുന്ന എന്റെ സെർവറിനോട് എനിക്ക് ഇതുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഒരു മിസ്റ്റേക്കും ഇല്ല. ഇപ്പൊ കറന്റ് ഇന്ത്യയിലെ ബെസ്റ്റ് സെർവറാണ്, ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സെർവർ എക്സ്ലാൻഡിസ് ആണ്. അതിൽ ഇത്രയും പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്കൊക്കെ ഇത്ര ബുദ്ധിമുട്ട് നിന്റെയൊക്കെ വായി നീ പറയുമായിരിക്കും. നിന്റെയൊക്കെ ഏതെങ്കിലും പ്ലേയേഴ്സിന്റെ വായി നീ ഹേറ്റ് എന്ന് പറഞ്ഞു നോക്കിയേ, അടുത്ത ദിവസം നീ ഒന്നും ഇവിടെ കളിക്കൂല. ധൈര്യം ഉണ്ടെങ്കിൽ നീയൊക്കെ ഇരുന്ന് ഈ സെർവറിനെ നിന്റെ ഏതെങ്കിലും പ്ലേയേഴ്സ് ഇരുന്ന് അവരാധിച്ചേ. ഞാൻ ഒന്നുകൂടെ പറയാം, നിനക്ക് ആ നട്ടലുണ്ടെങ്കിൽ നീയൊക്കെ ഈ സെർവറിനെ ഒന്ന് ഡീഗ്രേഡ് ചെയ്തിട്ട് നീ ഇരുന്ന് സംസാരിച്ച് നോക്കിയേ. നിന്റെ അണ്ണന്മാർ പറയൂല, നീയൊക്കെ പറയുള്ളൂ ഈ ചാറ്റിൽ. മനസ്സിലായോ? പറയുന്നതിന്റെ അടുത്ത ദിവസം നീയൊക്കെ സെർവർ വേറെ നോക്കേണ്ടി വരും. മനസ്സിലായോ? പറയത്തില്ല, ഒരുത്തനും മിണ്ടത്തില്ല. അതുകൊണ്ട് നിനക്കൊക്കെ ഇങ്ങനെ ഒന്ന് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. പറ്റത്തില്ല. എന്തിനാണ് ഗതിയായിട്ട് നക്കി കളിക്കുന്നത് ഇവിടെ?